ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എത്യസ്റ്റിൻ്റെ ഇടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് ഞാൻ മൂപ്പര് നല്ലൊരു എത്യസ്റ്റായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മൂപ്പര് പറഞ്ഞ ഒരു പോയിന്റ് എന്നാണ്, എല്ലാവരും വിശ്വാസികളാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുന്നത്? 2 കാരണത്താലാണ്. ഒന്ന്, ചാവരുത്, മരണഭയം, സാഹചര്യം മാറി അമേരിക്കയിലും ബലിയിടലായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു നോൺ വെജിറ്റേറിയൻസാണ്, അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പം ഇതല്ല അതിൻ്റെ പുറകിൽ. പക്ഷേ രോഗപ്രതിരോധ ശേഷിയിൽ ടോപ്പ് എൻഡ് നിൽക്കുന്നത് വെജിറ്റേറിയൻസാണ്. മാത്രമൊന്നല്ല, നീ പോടാന്ന് പറയുന്നതിനും പോലും പവറുണ്ട്. എത്തീസം, എങ്ങനെയാണ് ഒരാൾ നിരീശ്വരവാദിയാകുന്നത്? അപ്പോൾ തിരിച്ചു ചോദിക്കണം, എങ്ങനെയാ ഒരാൾ ഈശ്വരവാദിയാവുന്നത്? വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു നിരീശ്വരവാദിയാകാൻ എളുപ്പമല്ലേ, വിശ്വാസിയാകാനാണ് പാട്. കുറേ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടി അല്ല, നിരീശ്വരവാദിയാവാനായി ഇച്ചിരി പാട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിരീശ്വരവാദി ആവണമെങ്കിൽ അവനോട് ഈശ്വര വിശ്വാസത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് അവന് ബോധ്യപ്പെടാൻ തുടങ്ങണം അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, നീ ഇന്ന വിളക്ക് കത്തിച്ച് വിളക്കിനെ തൊഴുതില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടത്തില്ല. അവൻ പുച്ഛിച്ചേച്ച് പോകുന്നതിൻ്റെ അന്നായിരിക്കും അവന് ചിലപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുന്നത്. അതോടുകൂടി അവൻ ആ ഒരു പാറ്റേൺ അവിടെ ബ്രേക്കിങ് തുടങ്ങുകയാണ്. ഈ ഒരു ചെറിയ ബ്രേക്കിങ്ങിൽ നിന്ന് അയാൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള ധൈര്യം കിട്ടും. എപ്പോഴും അനുഭവമാണ് മറ്റൊരാളെ കോൺഫിഡൻസിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴും അനുഭവമാണ് കോൺഫിഡൻസിൻ്റെ ഒരു സാധനം. പക്ഷേ കോൺഫിഡൻസിലേക്ക് വരാനായിട്ട് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, അറിവ് എന്ന് പറഞ്ഞൊരു സാധനമാണ് എക്സാക്റ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഈശ്വര വിശ്വാസി ആകണമെന്ന് വിചാരിച്ചിട്ടല്ല ഒരാൾ ജനിക്കണത്. അച്ഛനും അമ്മയും ജനിക്കുന്ന അന്ന് മുതൽ തുടങ്ങുന്ന കലാചാരങ്ങളും ആചരണങ്ങളും അവിടെ ഉണ്ട്, കലാപരിപാടികളുണ്ട്. ഇതിങ്ങനെ കണ്ടും കേട്ടും മക്കളായിട്ട് നടക്കുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കണ്ടും കേട്ടും മുന്നോട്ട് പോകും. എവിടെയൊക്കെ വെച്ചോ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന പോയിന്റിൽ നിന്നാണ് ഇവർ എത്തിയസ്റ്റായിട്ട് മാറുന്നത്. അതുവരെ അവർ വിശ്വാസികൾ തന്നെയാണ്. അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്നത് തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ഇത് വിശ്വാസം എന്നതിനേക്കാൾ ഉപരി ഒരു ഭയമല്ലേ? ഇപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് അങ്ങനെ വരും, നിനക്ക് വയ്യാണ്ടായത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു ഭയത്തിൽ നിന്നല്ലേ ഈ പറഞ്ഞ ചെറിയ പ്രായത്തിലെ വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത്? ഉറപ്പായിട്ടും ഒരു കാര്യം ഇവിടെ എടുത്ത് സംസാരിക്കേണ്ടതാണ്. എല്ലാവരും വിശ്വാസികളാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 2 കാരണത്താലാണ്. ഒന്ന്, ചാവരുത്, മരണഭയം, അതായത് രോഗം വന്നിട്ട് അതിലും തോന്നിയാലും ചാവരുത്. 2, പണം ഉണ്ടാവണം. അതാണ് ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേണ്ട ക്രിയകൾ ചെയ്യാതെ അല്ലെ അവരെ നോക്കാതെ അവരുടെ മരണശേഷം അമേരിക്കയിലിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ ലീവ് എടുത്ത് വന്ന് കറുത്തവാവിന് ഇവിടെ വന്ന് ബലിയിട്ടിട്ട് പോകും. ശരിയല്ലേ? ഇന്നിപ്പം സാഹചര്യം മാറി അമേരിക്കയിലും ബലിയിടലായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനകത്ത് ദുരാചാരം ഉണ്ടെന്നല്ല, എന്തിന് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. രണ്ടാമത്തത് ഭയം അവിടെ ഒരു വലിയ ഘടകമാണ്. മരിച്ചു, എൻ്റെ ജോലി പോകരുത്, എനിക്ക് ശമ്പളം കിട്ടണം, നാളെ പുതിയ വീട് വെക്കണം, കാറ് മേടിക്കണം, ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഈ ഒരു അവസ്ഥ എല്ലാവരിലും ട്രിഗർ ചെയ്യുന്നൊരു പോയിൻ്റാണ്. അപ്പം ഈ ചെറുപ്പത്തിൽ നിന്ന് ശീലിച്ചു വന്ന ഒരു സാധനത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ടാകുന്ന കാരണം ഒന്നുകിൽ അവർ ഇങ്ങനെയുള്ള യുക്തിപരമായ ചിന്തകളിലൂടെ ദൈവം ഉണ്ടോ, ഇപ്പം ഒത്തിരി ചർച്ചകളുണ്ട്, ഡിബേറ്റുകളുണ്ട്, അതിനകത്ത് ദൈവം ഉണ്ടോ, ഉണ്ടെന്നൊരു വിഭാഗം പറയും, ഇല്ല എന്നൊരു വിഭാഗം പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയുന്ന ആള് ദൈവത്തെ കാണാത്തതിൻ്റെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത്, ഉണ്ടെന്ന് പറഞ്ഞ ആള് ദൈവത്തിനെ കണ്ടതിൻ്റെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒരു മേക്ക് ബിലീഫ്, ഒരു വിശ്വാസം അവിടെ ഇല്ല. അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ കുറേ ചലഞ്ചുകളാണ് മുന്നോട്ട് വെക്കുക. എന്നാൽ ദൈവത്തിന് നല്ലത് കാണാൻ അറിയത്തില്ലായിരുന്നു, ദൈവത്തിന് ഇത്രയും പേരെ ഒരുമിച്ച് എന്തിനാണ് കൊന്നത്, കരുണാമയൻ എന്നൊക്കെ എന്തിനാ പേരിട്ട് വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ ലൈഫിൽ കുറെ അനുഭവിച്ച ആൾക്കാർ കുറെ പേരൊക്കെ എത്തിസ്റ്റുകളായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അകാരണമായി മരണപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെയൊക്കെ മാറിപ്പോയ വ്യക്തികളുണ്ട്. അത് അവർ ഭയങ്കര ശക്തമായ രീതിയിൽ ഭക്തിയിലൊക്കെ നിന്നവരാണ് അങ്ങനെ സംഭവിക്കുക. ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ അവർ ഇങ്ങനെ എന്തിനാ കൊന്നത്, ഇങ്ങനെ ജനിച്ചാൽ മരിക്കണം, ഫസ്റ്റ് തിയറി അതാണ്. ഓക്കെ, അത് തടയാനോ നീട്ടിവെക്കാനോ ഉള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഇതുവരെ നല്ലപോലെ ആരും പഠിച്ചിട്ടില്ല.
ഇങ്ങനെ ഒന്ന് ചെയ്യാം, ഇങ്ങനെ കരുതി രക്ഷപ്പെടാമെന്നുള്ള കണ്ടീഷൻസുകൾ നമുക്ക് തിയററ്റിക്കലി അല്ലെങ്കിൽ ആസ്ട്രോളജിക്കലി ഒക്കെ പറയപ്പെടുന്നുണ്ട്. അത് 50 പേരുടെ കാണിക്കുമ്പോൾ 50 പേരിലും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നമുക്ക് പറയാം അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അന്ധവിശ്വാസിയാകുന്നത്, അയാൾ ദൈവമില്ലെന്ന് പറയുന്നത് അയാളുടെ വിശ്വാസമല്ലേ. അതെ, വിശ്വാസിയുടെ നിലയിൽ അവൻ അന്ധവിശ്വാസിയും അന്ധവിശ്വാസിയുടെ നിലയിൽ ഇവൻ അന്ധവിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും സെയിമാണ്. ഒരാൾ ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുകയും ഒരാൾക്ക് അവർക്ക് അധികമായി കിട്ടിയ ലോജിക്ക് വെച്ച് സംസാരിക്കുകയും ചെയ്യുക. രണ്ടായാലും മനോനില ഒന്ന് തന്നെയാണ്, രണ്ടിലും തെറ്റില്ല, രണ്ടുപേരും സന്തോഷവാനാണ് അതിൽ. പിന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പ്രമോഷൻസ്, എനിക്ക് തോന്നി ഏത്തിയസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതലും വിശ്വാസികളുടെ എണ്ണം കൂടിയെന്ന് തോന്നുന്നു. ഒരു കളക്റ്റീവ് തോട്ട് വരുന്നതാണ്. അതെ, അല്ല അവരെന്തെന്നറിയോ, അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അന്ധവിശ്വാസി, അവർ പ്രൊമോട്ട് ചെയ്യുന്ന വേർഡ് എന്താ, വിശ്വാസി. ഇനി ഇപ്പുറത്തെ ഒരു അന്ധ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വാസി. അറിഞ്ഞോ അറിയാതെയോ പോസിറ്റീവ് അല്ലാത്ത വാചകങ്ങളെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റിവിറ്റിയെ തന്നെ നമ്മൾ ഹൈപ്പാക്കി വിടുകയല്ലേ ചെയ്യുക. ഒരു കാര്യമില്ല. ഇപ്പം മുരാരി എന്ന് പറയുന്ന ഒരാൾ എപ്പോഴാണ് ഫേമസ് ആവാൻ തുടങ്ങിയത്? അദ്ദേഹം റീലുകളൊക്കെ റീലുകൾ ചെയ്യുമ്പോൾ ആൾക്കാരെ റോസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ആൾ ഫേമസ് ആയത്. അതുവരെ ആള് റീല്, ഈ റീല് കണ്ടതിന്റെ പേരിൽ ആളിന്റെ അടുത്ത് കൺസൾട്ടേഷന് പോയ ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലിയർ. അതേസമയം ആളിന്റെ പ്രവൃത്തി മേഖലയിൽ ആളിന് എപ്പോഴാണ് റേഞ്ച് കൂടാൻ തുടങ്ങിയത്? ഒന്നാമത്തെ പോയിന്റ്, അവിടെ ഒരു പെൺകുട്ടിയെ, ഒരു കുട്ടീനെ അങ്ങോട്ട് കാണാതെ പോയപ്പോൾ ഇത്ര മണിക്കോ എത്രയോ സമയത്ത് കിട്ടാമെന്ന് പറഞ്ഞ ടൈമിലാണ് ആൾ റീച്ച് ആവാൻ തുടങ്ങിയത്. അത് ആളിൻ്റെ പ്രവചനം എക്സാക്റ്റ് ആയിട്ട് വരും. ഈ പ്രവചനം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. നീ ഫെയിം ആവും, നല്ല രീതിയിൽ ഇപ്പം മുതൽ നീ അലേർട്ട് ആയിക്കോ, എവിടെ ഒരാൾക്ക് ഫെയിം വരുന്നോ അപ്പം മുതൽ അലേർട്ട് ആക്കിക്കോണം, പുറയിൽ അടി വരുന്നുണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പം ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ മഹാത്മാഗാന്ധിയെ കൊന്നതിനും നല്ലത് പറയുന്നവരുണ്ട്, അല്ലാതെ ഉണ്ട്, രണ്ടു വശം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആളിന് ഫെയിം ആവാൻ കിട്ടിയ അവസരം ആൾ ഫെയിം ആകുക, പിന്നെ അതിനുശേഷം ആൾ രണ്ടാമത് വന്നിട്ട് വീണ്ടും പറഞ്ഞു അർജുനെ കിട്ടും, ആളെ ജീവനോടെ തിരിച്ചു വരും. അത് കാണാതായി വീണ്ടും എപ്പോഴത്തേനും ആളിന് കയ്യിൽ നിന്ന് പോയപ്പോഴത്തേന് വേർഡ്സ് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ആവശ്യകതയില്ല. അതൊരു 3-4 ദിവസത്തിൻ്റെ ഇടയിൽ നടക്കുന്ന കണ്ടൻറ്റുകളാണ്. മാക്സിമം 2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാം. ആളിനെ കിട്ടുമോ കിട്ടത്തില്ലയോ, ആളിനെ കിട്ടുമോ കിട്ടത്തില്ലയോ, യെസ് കിട്ടും, കിട്ടത്തില്ല, ആളെവിടെയുണ്ട്, ഇന്നിടത്തുണ്ടോ ഇല്ലയോ, ഈ 3 ടോപ്പിക്കുകൾ പറഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. അതിന് മുകളിൽ വേറെന്താ, ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഉള്ള കപ്പാസിറ്റി കിട്ടിയാൽ കംപ്ലീറ്റ് ആയി. പിന്നെ ആ ടോപ്പിക്ക് ആൾ വരില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അവിടെ ആളിന് തിരിച്ചടി. ബട്ട് സ്റ്റിൽ അതെ. പക്ഷെ ഈ ഒരു ഇപ്പൊ അർജുന്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു നിരീശ്വരവാദിയാണെങ്കിൽ ഇതിനെ ലോജിക്കലായിട്ട് ചിന്തിച്ച്, ഇപ്പൊ ഇത്രയും പാറക്കെട്ടുകൾ വീണു, മണ്ണിനടിയിലായി, വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലോ ആയിരിക്കാം, ഇതൊന്നും താങ്ങാനുള്ള ശേഷി ആ ലോറിക്കില്ല, അർജുൻ മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിരീശ്വരവാദി പറയും. തീർച്ചയായിട്ടും അവിടെ അക്യുറസി അവിടെ പോയല്ലോ, അവിടെ ആക്യുറസി അവിടെ പോയി. ഇവിടെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഇയാൾ എന്തുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളത്, ഇവിടെ നോക്കൂ, ആ വ്യക്തിനെ ഇന്ന് കിട്ടും, അല്ലെ ഇപ്പം കിട്ടും, കഴിഞ്ഞു, അത് വന്നു, ആ ടൈമിനകത്ത് കിട്ടി, ചക്ക വീണു, മുയലി ചത്തു. ഈ ചക്ക രണ്ടാമതൊന്ന് തെന്നി മാറിപ്പോയി, മുയലി ചത്തില്ല, ഇവിടെ മുയൽ ബുദ്ധിമാനായി പോയി, ഇവിടെ മുയൽ യൂണിവേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തൊക്കെയോ പിന്നെയും വന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഈ ആക്ച്വലി അസ്ട്രോളജീനെ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് സ്റ്റാർ ആവാനുള്ള ഒരു ശാസ്ത്രമായിട്ട് കാണുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റ്. അതൊരിക്കലും പ്രഡിക്ഷൻ ചെയ്ത് സ്റ്റാർ ആവാനുള്ളതല്ല. ഇൻഡിക്കേഷൻസ് കൊടുക്കുക, ആവശ്യക്കാരൻ അത് വർക്ക് ചെയ്യും. അതിനെ തെളിയിക്കാൻ പോകുന്നു തോറ്റു. എല്ലായിടത്തും നോക്കിയാൽ മതി, ഇത് ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ പോകുന്നു തോറ്റു. അവന് വില കിട്ടില്ല. അതിന് ഡിബേറ്റ്, ഇപ്പം ഞാൻ പറയാം, ഡിബേറ്റിന് ഒരാൾ വിളിക്കുക, നിങ്ങൾ വാ, നിങ്ങൾ യുക്തിപരമായ കുറേ ഡിബേറ്റ് ഞാൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് നേരമില്ല. നിങ്ങൾക്ക് എന്നെ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഫീസാ. ഞാൻ സമയത്തിന് വില കൊടുക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഫീസ് വാങ്ങിയിട്ട് അവിടെ ചെന്നിരിക്കുമ്പം യൂണിവേഴ്സ് എനിക്ക് സപ്പോർട്ട് ചെയ്യും. ഫെയിം ഉണ്ടാക്കാൻ അവിടെ ചെന്നിരിക്കുമ്പം യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. ഇതിൻ്റെ ഇടയിലൊരു വാല്യൂ എക്സ്ചേഞ്ച് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും
പ്രൊമോഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാം. നമ്മൾ എല്ലാം പറയുന്നത് എല്ലാം സക്സസ് ആകുമ്പോൾ അയാൾ 100% പെർഫെക്റ്റ് ആയ ആളാണ്. ഇപ്പം ഞാൻ പറയുന്നത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം തെറ്റല്ല, ബട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് തെറ്റാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യന്മാരെ വിശ്വസിക്കുന്നതിൽ വിശ്വാസികൾ, ഇപ്പൊ ഈ പറഞ്ഞ ചൂഷണം ചെയ്യപ്പെടുന്നവരിൽ വിശ്വാസികളല്ലേ കൂടുതൽ പെട്ടുപോകുന്നത്? നിരീശ്വരവാദികൾ ലോജിക്ക് വെച്ച് വർക്ക് ചെയ്യും, ഇത് ഇമോഷണലി വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്ട്രോളജേഴ്സ് ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, മറ്റേതൊരു സാഹചര്യത്തിലുള്ളവരായിക്കോട്ടെ, അവർ ഒരാളുടെ പെയിനാണ് ഡീൽ ചെയ്യുന്നത്. എനി കൈൻഡ് ഓഫ് പെയിൻ. എനി കൈൻഡ് ഓഫ് പെയിൻ. ആ പെയിനാണ് ഒരാളെ അവിടെ എത്തിക്കുന്നത്. അതിൽ ഈശ്വരൻ, പ്രകൃതി അല്ലെ പ്രപഞ്ചം, ദൈവം, പ്രേതം, ഭൂതം, ഇതെല്ലാം ഒരു ബിലീഫ് പെയിനാണ്. വിശ്വാസത്തിൽ നിന്നും വന്നിരിക്കുന്ന വേദനയാണ്, പ്ലസ് വിശ്വാസത്തിൽ നിന്നും വന്നിരിക്കുന്ന റിലീഫുമാണ്. പലരും പറയും ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ന അമ്പലത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് അവൻ്റെ റിയാലിറ്റിയാണ്. ഓക്കെ, ആ റിയാലിറ്റി. ഇപ്പോൾ AC റൂമിൽ ഇരിക്കുന്ന കംഫർട്ട് സോൺ സെമിത്തേരി പോയിരുന്നാൽ കിട്ടത്തില്ല, കഴിഞ്ഞു. പക്ഷെ അവിടെയും സ്വന്തം അമ്മ അന്തി ഉറങ്ങുന്ന കല്ലറയുണ്ടെങ്കിൽ അവിടെ ആശ്വാസം കിട്ടും. അതവൻ്റെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും അതൊരു പോയിന്റാണ്. അത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന അവൻ്റെ കോൺഫിഡൻസ് നിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ജ്യോതിഷമോ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന വൈദ്യമേഖലയോ ആയിക്കോട്ടെ, എല്ലായിടത്തും തട്ടിപ്പുള്ളത്. അതിനകത്ത് ജ്യോതിഷത്തിൻ്റെ തട്ടിപ്പ് ആക്ച്വലി വളരെ ലോവർ ലെവൽ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഈ ആളിപ്പോൾ അസ്ട്രോളജർ ആയിരുന്നു, ആൾ വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു, അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതാൾ ജ്യോതിഷം വിറ്റിട്ടുണ്ടാക്കിയൊന്നുമല്ല. അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ? ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്ര വെച്ച് കൺസൾട്ടേഷൻ ഫീസ് ഒരു 1,00,000 രൂപ വെച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു, ഈ പറയുന്ന സ്കാമൊക്കെ ഉണ്ടാക്കാം. അതൊന്നും നടപ്പുള്ള കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം 5,000 രൂപ അല്ലെ 10,000 രൂപ കഴിഞ്ഞ്. അതെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു എത്തീസം, ഈ പറഞ്ഞ പോലെ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തെന്ന് എത്തിയിട്ടുമില്ല. ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയ കുറച്ച് മനുഷ്യരില്ലേ, വിശ്വാസം ഇല്ല, പക്ഷെ പെട്ടെന്നൊരു കറണ്ട് പോകുക അല്ലെങ്കിൽ കാല് തെന്നി വീണ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, അതെവിടെ പെട്ടുപോകും? ഏറ്റവും കൂടുതൽ ആൾക്കാർ അമ്മയെന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. കാരണം കാണപ്പെടുന്ന ദൈവം അമ്മയെന്ന് ആദ്യമേ തുടങ്ങണം, റൈറ്റ്? എനിവേ, ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത് അവരുടെ ലൈഫിൽ ആദ്യമേ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ചെറുപ്പം മുതൽ അച്ഛനമ്മമാർ കൊടുത്തിരിക്കുന്ന ചില ഒരു പാറ്റേണുകളാണ് അതിൻ്റെ ഒരു കാരണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടിക എടുക്കപ്പെടുകയാണെങ്കിൽ അവർ ജനിച്ചിരിക്കുന്നത് ഏതെങ്കിലും മതാചാര വിശ്വാസങ്ങളിലുള്ള കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഈ ലോകത്തിലെ ടോപ്പ് 10 സമ്പന്നന്മാർക്കും പേഴ്സണലി ഡിവോട്ടേഷൻ ഇല്ല എന്നോ അല്ലെങ്കിൽ ഡിവോട്ടി ലെവൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് ഡിവോഷൻ അവരുടെ വർക്ക്, അവരുടെ മുന്നിലുള്ള പിന്നെന്താ പറയുക ടെക്നോളജി, ഇതെല്ലാമാണ്. എലോൺ മസ്ക് സ്പേസ് എക്സ് ഉണ്ടാക്കിയിട്ടിട്ട് നല്ല വിജയകരമായിട്ടുള്ള ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച പിന്നെ റോക്കറ്റ്സുകളും ഒക്കെ കൊണ്ടുവന്ന് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന റോക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ പറയുന്ന പോലെ മറ്റേ എന്താ പറയുക തേങ്ങ വെച്ചിട്ടോ നാരങ്ങ കത്തിച്ചിട്ടോ ഒന്നുമല്ല, ടെക്നോളജിയെ വീണ്ടും പഠിച്ചിട്ട് തന്നെയാണ്. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ഈ നാരങ്ങ വെച്ചത് കൊണ്ടാണോ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരങ്ങ വെച്ചത് കൊണ്ട് പോയെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നാരങ്ങ വെച്ചത് കൊണ്ടാണ് പോയി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ, പക്ഷേ ആക്ച്വലി അതിൻ്റെ പുറകിൽ അവരുടെ നോളജാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്, അവൻ്റെ കർമ്മമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എത്യസ്റ്റിൻ്റെ ഇടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് ഞാൻ മൂപ്പര് നല്ലൊരു എത്യസ്റ്റായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മൂപ്പര് പറഞ്ഞ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നിൻ്റെ കർമ്മമാണ് ധർമ്മം, അവിടെ നീ നീതി ന്യായം ഒന്നും നോക്കാനല്ല പറഞ്ഞത്, മാർഗം ഏതായാലും ലക്ഷ്യത്തിലെത്തണമെന്നാണ് പറഞ്ഞത്. അത് വേറെ ആരും പറയാത്തൊരു ടോപ്പിക്കാണ്. അവിടെ ശിഖണ്ഡിയെ കൊണ്ടുവരാനുള്ള ടെക്നോളജിയൊക്കെ പറഞ്ഞു കൊടുത്തത് മൂപ്പര് തന്നെയല്ലേ. അവിടെ ചതി കൊണ്ടുവന്നിട്ടില്ലേ. ധർമ്മം സ്ഥാപിക്കാനായിട്ട് ധാർമ്മികമായ പ്രവർത്തികൾക്ക് ഏത് മെത്തേഡും ആകാം, ധാർമ്മികമായിരിക്കണം. അപ്പം ധാർമ്മികം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അർഹതപ്പെട്ട ആചരണത്തെ നമുക്ക് ധാർമ്മികമായിട്ട് പറയാൻ പറ്റും. അച്ഛനും അമ്മയും മക്കൾ പരിപാലിക്കുക എന്നുള്ളത് ധാർമ്മികതയിൽ ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. അവർ ഏത് തെമ്മാടിത്തരം കാണിച്ചാലും, അവരെന്തൊക്കെ പോക്കൃത്തരം കാണിച്ചാലും അവരുടെ ആവശ്യത്തിനോ അവരുടെ അത്യാവശ്യത്തിനോ മക്കൾ കൂടെ ഉണ്ടാവണം. അങ്ങനെ ചെല്ലുമ്പോൾ നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ആട്ടി വെളിയിലാക്കി എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞു മാറുന്നേ അവർ സേഫ്. അല്ലാത്തടത്തോളം കാലം അവർ ധാർമ്മികരായിട്ട് തന്നെ നിലനിൽക്കേണ്ടതായിട്ടാണ്. ഉത്തരവാദിത്തമാണ്. അത് കർമ്മബാധ്യതകൾ തന്നെയാണ്.
ബേസിക്കലി ദൈവം എന്നുള്ള കോൺസെപ്റ്റ് അല്ല, നിങ്ങളുടെ മനസ്സെവിടെയാണോ അത് എന്നുള്ള കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും ദൈവം എന്ന വാക്കിനർത്ഥം അടിസ്ഥാനപരമായിട്ട് സമയം എന്നാണ്, കാലചക്രം എന്നാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇന്ന് കണ്ടുമുട്ടിയത് ദൈവത്തിൻ്റെ ഒരു മിടുക്ക. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 3:42 ദൈവത്തിൻ്റെ ഒരു മിടുക്ക. ഈ ദൈവത്തിന് പറയുന്ന പേരാണ് സമയം. ഞാൻ ജനിച്ച സമയം ഒന്നാണ്, താങ്കൾ ജനിച്ച സമയം വേറൊന്നാണ്. ഇതൊരു സമയമാണ്. ആ സമയത്തിൽ നിന്നും മറ്റൊരു സമയത്ത് നമ്മൾ ഇന്നിവിടെ കണ്ടുമുട്ടി സംസാരിച്ചു. എവിടെയോ ഉണ്ടായിരുന്ന ഒരു മുരാരി അദ്ദേഹം ജനിച്ചതും ഒരു സമയത്താണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ഇടപെടാനൊരു സമയമുണ്ടായി. ഈ സമയത്ത് ഇന്നെടുത്ത് വെച്ച് വീണ്ടും വിശകലനം ചെയ്യാൻ വേറൊരു സമയമുണ്ടായി. അപ്പോൾ എന്താ പറയുക, ഇതിൽ നിന്നും നമ്മൾ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായി അനുഭവത്തെ കൊണ്ട് തരുന്നവൻ സമയമാണ്. അതിനെ ദൈവമായിട്ട് കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ജ്യോതിഷികളെ ദൈവജ്ഞൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ പോലെ കണക്കാക്കണം എന്ന് പറയുന്നതിന് ഞാൻ കൊടുക്കുന്നില്ല. എല്ലാവരും പച്ചയായ മനുഷ്യനാണ്. തെറ്റുകുറ്റങ്ങൾ ഉറപ്പായിട്ടും സംഭവിക്കും. പച്ചയായ മനുഷ്യനാണ്. ഒരു നല്ല സ്വഭാവമുണ്ട്, മോശ സ്വഭാവം ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ, ഉറപ്പായിട്ടും. അപ്പം അതുകൊണ്ട് നല്ലത് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് എന്താ പറയുക, ഫൂളിഷ്നെസ്. വരുന്നതിനെയൊക്കെ നല്ലതാക്കാൻ കഴിയുന്നത് ബ്രില്യൻസ്. നമുക്കത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരു സിറ്റുവേഷനും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാൻ കഴിയുന്നതാണ് വ്യത്യസ്തമായാലും വിശ്വാസമായാലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇത് അന്ധവിശ്വാസി ആയിക്കോട്ടെ, നിൻ്റെ പ്രശ്നത്തിൽ നീ സർവൈവ് ചെയ്യുന്നുണ്ടോ, നിൻ്റെ പ്രശ്നത്തിൽ നീ ബോറടിക്കാതിരിക്കുന്നുണ്ടോ, നിൻ്റെ പ്രശ്നത്തിൽ നീ മൂകനായിരിക്കുന്നുണ്ടോ, നിൻ്റെ പ്രശ്നത്തിൽ നീ ഹാപ്പി ആണോ, നീ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണോ, നീ അന്ധവിശ്വാസി ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. അത് നിനക്കത് വളരെ കംഫർട്ടാ. അതല്ല, അത് ആ പ്രശ്നം വരുമ്പോൾ ഇതാണെങ്കിൽ പോയി, ഇതാണെങ്കിൽ അവൻ്റെ അന്ധവിശ്വാസവും പ്രയോജനമില്ല, വിശ്വാസവും പ്രയോജനമില്ല. ഓക്കെ, പിന്നെ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ്, ഇതിനൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇവർ ഒരു ബ്ലൈൻഡ് ബിലീഫിനകത്താണ് നിൽക്കുന്നത്. മന്ത്ര ആക്ടിവിറ്റി, നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ഇറങ്ങി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ എനർജിയാണ് ഇതെല്ലാം. ഇപ്പോൾ ഇത് AC റൂമാണ്, നമുക്ക് രണ്ടുപേർക്കും കംഫർട്ടാണ്. അതേസമയം തൊട്ടപ്പുറത്തെ റൂമിലേക്ക് രാവിലെ ഞാൻ ചെന്നിരുന്നപ്പോൾ ഞാനിരുന്ന് വിറയ്ക്കാം. നല്ല കൂളിങ് ആ റൂമിൽ, ക്യാബിനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒന്ന് കുറച്ചിട്ടേക്കോ, അത് അവിടെ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞു. എനിക്കത് കവേർഡ് ചെയ്യാം, എനിക്കത് എനിക്കത് ഇച്ചിരി പ്രശ്നമാണ്. അപ്പം തണുപ്പ് എന്നാൽ അതിനേക്കായി വലിയ തണുപ്പിട്ടിരിക്കുന്ന ഒരു ഹാൻഡിൽ ചെയ്യുന്നവരുമുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരുമുണ്ട്. ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് വേറെയാണ്, ഓരോരുത്തരുടെ എനർജി വേറെയാണ്, ടോളറൻസ് വേറെയാണ്. അതെപ്പം ഒരു വിഷയത്തിൽ കേപ്പബിൾ ആവുന്നു അവൻ ടോളറേറ്റ്. ഇപ്പം നല്ല ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഇന്നാരും വിശ്വസിക്കത്തില്ല. എടുത്ത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ ഇന്ന് ChatGPT ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പിന്നെ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്നവർക്ക് ഭയങ്കര പവർ കൂടും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നവർ നോൺ വെജിറ്റേറിയൻസാണ്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം ഇതല്ല അതിൻ്റെ പുറകിൽ. പക്ഷേ രോഗപ്രതിരോധ ശേഷിയിൽ ടോപ്പ് എൻഡ് നിൽക്കുന്നത് വെജിറ്റേറിയൻസാണ്. അപ്പോൾ ഒന്നിനൊരു ഗുണം കൊടുക്കുമ്പം മറ്റൊന്നിന് വേറെ. ആയുർവേദം അനുശാസിക്കുന്നത് നീ ജീവനോടെ നല്ല നാൾ നീണ്ടിരിക്കാനാണ്. അതുകൊണ്ടാണ് അവിടെ വെജിറ്റേറിയനിസം പറയുന്നത്. നാളെ ചത്തുവാണെങ്കിൽ കള്ളും കുടിച്ച് 5 ദിവസമായിട്ട് ജീവിച്ചു. എന്നിട്ട് മറ്റേ ഏതൊരു ഇതിൽ പറയുന്നത് ഷൈൻ ടോം പറയുന്ന മാതിരി ദൈവവിശ്വാസിയല്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു, കുടിച്ചു, വലിച്ചു, പെട്ടെന്ന് ദൈവത്തിലേക്ക് ചെല്ലും. മറ്റൊരു അദ്ദേഹം പറയുന്നത് അതൊക്കെ പിടിച്ചിട്ട് മരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയത്തിൽ നിന്നാണ് എല്ലാ വിശ്വാസങ്ങളും പറഞ്ഞ നിരീശ്വരവാദവും ഇടയ്ക്കുള്ള സാധനവും വിശ്വാസവും എല്ലാം വരുന്നത് ഭയത്തിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് വിശ്വാസം തുടങ്ങുന്നത്? ഭയത്തിൽ നിന്ന് തന്നെയാണ്. ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ തന്നെയും ഭയത്തിൽ നിന്ന് തുടങ്ങി. പിന്നെ അനുഭവത്തിലൂടെ കുറേ കാര്യങ്ങളെടുത്തു. പിന്നെ ഞാൻ ജ്യോതിഷം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചോദ്യം ചെയ്യണം എന്നുള്ള ചിന്താഗതിയായി. ചോദ്യം ചെയ്യുക കാരണം വെച്ചാൽ എന്തുകൊണ്ട് ചിന്താഗതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യത്തിന് പലയിടത്തും പല ഗുരുക്കന്മാരിൽ നിന്നും ഉത്തരവില്ല. അപ്പം പിന്നെ പുതിയ ഗുരുക്കന്മാരെ തപ്പിയെടുത്തു. ഞാൻ അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ വിമർശിക്കാൻ പോയില്ല. ഞാൻ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കൂടുതലായിട്ട് പഠിക്കാൻ പോയി. അത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പല കണ്ടന്റുകളും മനസ്സിലാക്കിയത്. ഈവൻ ജ്യോതിഷത്തിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അത് പോസിബിളാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ ലൈഫിൽ എന്താ പറയുക, നമ്മളെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നോളജി മെഡിക്കൽ സയൻസ് തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയെ ടോണോസ്കോപ്പിക്കിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമേജ് ഔട്ട്പുട്ട് അത് ഏത് ഫ്രീക്വൻസിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് ശാസ്ത്രലോകം ഉള്ളിടത്തപ്പം മന്ത്രത്തിന് ബലമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മന്ത്രം എന്നല്ല, നീ പോടാന്ന് പറയുന്നതിനും പോലും പവറുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ദേശത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെയോ അല്ലെ ഓരോ സ്ഥലത്തിനും ആ ഒരു പർട്ടിക്കുലർ എനർജി അവൻ്റെ ചിന്തകളിൽ നിന്ന് നീ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടോട്ട് വരിക എന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ തോട്ട് വിടുന്ന ഒരു എനർജി ഉണ്ട്. ഇത് ബ്രെയിൻ വേവ്സ് ആണ്. ആളെന്ന് കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചു. അതെ, സയൻറ്റിഫിക്കലി അന്വേഷിക്കാൻ പോയാൽ നമുക്ക് പലതും കണ്ടെത്താൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ഇന്ത്യയിൽ മെനക്കെടുന്നില്ല ആരും. അതുകൊണ്ട് ലോകം കണ്ടതിൽ വലിയ വലിയ അന്ധവിശ്വാസികളായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും മറ്റുള്ളവരും ഒക്കെ. അവരൊക്കെ നല്ല സയൻറ്റിഫിക്കലി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് ഭാരത സംസ്കാരത്തിൻ്റെ വേദങ്ങളെ എടുത്തു കൊണ്ടുപോയി പഠിക്കുന്നു, ജ്യോതിഷത്തെ എടുത്തു കൊണ്ടുപോയി പഠിക്കുന്നു. ജ്യോതിഷത്തെ എടുത്തിട്ട് അവർ പഠിപ്പിക്കുന്നില്ല, അവരൊരു സോഫ്റ്റ്വെയർ തന്നെ ബിൽഡ് ചെയ്തു. പരാശരി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കളറ്, നമ്മുടെ സ്വഭാവം, നമ്മളുടെ ജോബ് ആക്ടിവിറ്റീസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ഔട്ട്പുട്ട് തരും, പ്രഡിക്ഷൻസ്. എന്നിട്ട് അത് വെറുതെ അല്ല ഇവിടെ കിട്ടുന്ന മാതിരി ഈ വെറുതെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതാവും അതാവും എന്ന് പറഞ്ഞ് ഒരുമാതിരി പൊട്ട പ്രഡിക്ഷൻസ് അല്ല. ഈ നിങ്ങൾ ഇന്ന ജോബ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കുന്ന ആളായിരിക്കുമെന്ന് എഴുതിയിട്ട് അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അത് ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന ശ്ലോകത്തിൽ ഈ അർത്ഥപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് അത് താഴെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സയൻറ്റിഫിക് സ്റ്റഡീസ്. അവരത് മെനക്കെട്ട് പഠിക്കുന്നു, ഇവിടെ കുറച്ച് പേര് അന്ധമായിട്ട് പഠിക്കുന്നു. തമ്മിൽ വ്യത്യാസം. നമ്മൾ പഠിക്കുന്ന ഏതിനെയും അനുഭവിച്ചറിയാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പോയാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം നമ്മൾ പഠിച്ചത് പലതും അബദ്ധമായിരുന്നു എന്നും പഠിക്കാനുള്ളതാണ് ഇനിയും ശരിക്കും ഉള്ളതെന്നും അതിനെ ഏത് വഴിക്ക് പഠിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ അന്വേഷിച്ചിറങ്ങുന്നവനെ അത് കിട്ടുള്ളൂ. വിമർശിക്കാൻ നടക്കുന്നത് വിമർശിച്ചുകൊണ്ടേയിരിക്കും ലൈഫ് ലോങ്, നത്തിങ്. ഓക്കെ.